ഹലോ ഗൈസ്, റാഫി അടൂരാണേ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മളിന്ന് വന്നിരിക്കുന്നത് കോന്നിയിലാണ്. കോന്നിയിലെ തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലുള്ള മണ്ണീറ വെള്ളച്ചാട്ടത്തിലാണ് കേട്ടോ. മണ്ണീറ വെള്ളച്ചാട്ടം. അപ്പോൾ ഞാനിപ്പം ആ ഒരു വെള്ളച്ചാട്ടത്തിനടുത്താണ് നിൽക്കുന്നത്. കോന്നിയിൽ നിന്ന് നമ്മൾ അടവി എക്കോ ടൂറിസത്തിൽ കൊട്ടവഞ്ചിയൊക്കെ കാണാൻ വരുന്ന വഴിക്കാണ്. കൊട്ടവഞ്ചി സഫാരിയുടെ ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്ററാണ് ഈ മണ്ണീറ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം ഉള്ളത്. വെള്ളച്ചാട്ടത്തിൻ്റെ പുറയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കോന്നിയിൽ വരുന്നവർ അടിപൊളിയായിട്ട് സുഖമായിട്ട് ഇവിടെ എത്താൻ പറ്റും. നമ്മുടെ അടവി എക്കോ ടൂറിസത്തിന് അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത് എത്താൻ പറ്റും. നല്ല അടിപൊളിയാണ് ഇവിടുത്തെ. പിന്നെ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ സൂപ്പറായിരിക്കും. ഞാനിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. അടിപൊളിയാണ്. ഇവിടെ ഇപ്പോൾ ആൾ കുറവാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. താഴെ 2 പേര് കയറി വരുന്നുണ്ട്. അടിപൊളിയൊരു വെള്ളച്ചാട്ടം, സൂപ്പർ. കോന്നി ടൗണിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അടുപ്പിച്ചാണ് അടവി കൊട്ടവഞ്ചി സവാരി നടത്തുന്ന ഒരു സ്ഥലം. അവിടേക്ക് കുറച്ച് വനത്തിലൂടെ യാത്ര ചെയ്യണം. ഏകദേശം 10 കിലോമീറ്ററോളം യാത്ര ചെയ്യുമ്പോൾ നമുക്കിതുപോലൊരു 3 കവല കാണാൻ സാധിക്കും. ഈ കവലയിൽ കൊട്ടവഞ്ചി സവാരിയുടെ സൈൻ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ സാധിക്കും. മണ്ണീറ ഗ്രാമപഞ്ചായത്തിലെ വെയിറ്റിംഗ് ഷെഡാണിത്. ഇവിടെ അടുത്തായിട്ട് ആറൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്ട്രെയിറ്റ് കിടക്കുന്ന വഴിയാണ് നമുക്ക് കൊട്ടവഞ്ചി സവാരിയിലേക്ക് പോകാനുള്ള വഴി. ഈ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 300 മീറ്റർ അകത്തേക്ക് പോകുമ്പോൾ കൊട്ടവഞ്ചി സവാരിയുടെ ഒരു ഗേറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുന്ന് വീണ്ടും ഒരു 1.5 കിലോമീറ്റർ അകത്തേക്ക് പോകുമ്പോഴാണ് ഈ മണ്ണീറ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്. ഇതൊരു ഗ്രാമപഞ്ചായത്താണ്. കുറച്ച് ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മണ്ണീറ ഗ്രാമപഞ്ചായത്ത്. ഇവിടെ ഒരു കുരിശ് കവലയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോഴാണ് ഈ ഒരു മണ്ണീറ വെള്ളച്ചാട്ടം. ഇത് റോഡ് സൈഡിൽ നിന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഭാവിയിൽ ടൂറിസ്റ്റ് പ്ലേസ് ആവാനുള്ള എല്ലാ സാധ്യതകളും നമുക്കിവിടെ കാണാൻ പറ്റും. അടവിയിൽ വരുന്ന അധികമാർക്കും ഈ ഒരു പ്ലേസ് അറിയത്തില്ല എന്നതാണ് സാരം. എക്കോ ടൂറിസത്തിൻ്റെ അവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്ററാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്കുള്ള ദൂരം. ഇവിടെ പുതിയൊരു കെട്ടിടമൊക്കെ പണിയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത, നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിന് മുകളിലോട്ട് കയറി പോകാൻ പറ്റും കേട്ടോ. ഇവിടെ കുറച്ച് വഴുവഴുപ്പൊക്കെ ഉണ്ട്. നോക്കി കയറി പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് കയറി പോകാൻ പറ്റും. നമ്മളങ്ങനെ ഒരു ചേട്ടൻ പോയതിൻ്റെ പുറയിൽ നമ്മൾ കയറി പോവാണ് കേട്ടോ. നല്ല വഴുവഴുപ്പുണ്ട്. മഴ സമയത്ത് നല്ല വഴുവഴുപ്പുണ്ടാവും. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് ഒരു ചെറിയ ഒരിത്. നോക്കി കണ്ട് കയറി പോയാൽ നമുക്ക് മുകളിലെത്താൻ പറ്റും. നമ്മളിപ്പോൾ അങ്ങനെ മുകളിലെത്തി കേട്ടോ. കൊള്ളാം, അടിപൊളിയാണ് ഇവിടെ. വഴുവഴുപ്പുണ്ടല്ലേ? ആ, ഇതിൻ്റെ മുകളിലോ? തിന്നുന്നുണ്ട്. ഇവിടെ സൂപ്പറാട്ടോ. ഇവിടെ സംഭവം അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ കയറി വരാം. അപ്പോൾ വെള്ളം കുറവായുണ്ട്. അടിപൊളിയാണ്.
സെറ്റപ്പാണ്. ചെറിയ വഴുവഴുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ബാഗെല്ലാം ഞാൻ അവിടെ വെച്ചു. അടിപൊളി സംഭവം. അപ്പോൾ ഞാൻ വന്നപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അപ്പോൾ 2-3 പേര് കയറി വന്നു കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട്. നൈസ്. വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റിയത് കേട്ടോ. അടിപൊളി. വാവ്. ഞാനിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ സൈഡ് വഴി ഇങ്ങനെ കയറി വരാം കേട്ടോ നമുക്ക്. അങ്ങനെ ഞാൻ അതിൻ്റെ ഏറ്റവും മേളിൽ വന്നിരിക്കുകയാണ്. അടിപൊളിയൊരു ഇതാണ്. കാട്ടിൻ്റെ നടുക്ക് ഇങ്ങനൊരു അടിപൊളിയൊരു വെള്ളച്ചാട്ടം. നമ്മുടെ സ്വന്തം നാട്ടിൽ പത്തനംതിട്ടയുടെ സ്വന്തം കോന്നിയിൽ ഉള്ളൊരു വെള്ളച്ചാട്ടമാണത്. മണ്ണീറ വെള്ളച്ചാട്ടം. അടവി എക്കോ ടൂറിസത്തിൽ വരുന്ന വഴിയിലാണ്. അടവി എക്കോ ടൂറിസം കഴിഞ്ഞിട്ട് ഒരു 1.5 കിലോമീറ്റർ മാത്രം വന്നാൽ മതി നമുക്ക് ഈ സുന്ദരമായ സ്ഥലത്ത് എത്തിപ്പെടാൻ സാധിക്കും. അടിപൊളിയാണ്. നൈസ് ഫീലിംഗ് ആണ്. ഇത് കണ്ടില്ലേ? അപ്പോൾ കോന്നി ആനക്കൂട് മാത്രം കണ്ട് മടങ്ങാതെ കോന്നിയിൽ വരുന്നവർ കോന്നി ആനക്കൂട്, അതുപോലെ തന്നെ കൊട്ടവഞ്ചി സവാരിയുടെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു മണ്ണീറ വെള്ളച്ചാട്ടത്തിലേക്ക്. അപ്പോൾ കൊട്ടവഞ്ചി സവാരിയും കണ്ട് ഈ ഒരു മണ്ണീറ വെള്ളച്ചാട്ടവും കണ്ടിട്ട് സൂപ്പറായിട്ട് പോവാം. കോന്നി ആനക്കൂട് കണ്ട് മാത്രം മടങ്ങരുത്. ഇങ്ങനെ അടിപൊളി ഒരു സ്ഥലം ഈ ഒരു ഗ്രാമത്തിലുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ വരാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വരിക കേട്ടോ. ഒരുപാട് ദൂരമൊന്നുമില്ല പത്തനംതിട്ടയിൽ നിന്ന്. റൂട്ട് ഞാൻ ഒന്നും കൂടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഏതുവഴിയാണ് വരേണ്ടതെന്നൊക്കെ. നല്ല അടിപൊളിയൊരു വെള്ളച്ചാട്ടമാണ്. ഞാനിപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലാണ് നിൽക്കുന്നത്. അത് വെള്ളച്ചാട്ടം തുടങ്ങുന്ന ഒരു സൈഡിലാണ് നിൽക്കുന്നത്. പിന്നെ 3 ഘട്ടമായിട്ടാണ് കേട്ടോ. ഇതൊരെണ്ണം, പിന്നെ താണ്ട് ഈ താഴെ വരണം, പിന്നെ ഏറ്റവും നമ്മൾ ആദ്യം കയറി വന്ന് കണ്ടില്ലേ അവിടെ വരണം. അങ്ങനെ 3 തട്ടായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം കിടക്കുന്നത് കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്, മഴയില്ലേലും പിന്നെ നല്ല കാലാവസ്ഥയാണ്. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്, കുളിക്കാൻ പറ്റും, സൂപ്പറായിട്ട് കുളിക്കാൻ പറ്റും. പിന്നെ വഴുക്കാതെ ഈ സൈഡ് വഴി നമുക്ക് കയറി വരാൻ പറ്റും കേട്ടോ. കയറി വരാൻ പറ്റും നമുക്ക് ഈ വഴി കൂടെ. അപ്പോൾ എല്ലായിടത്തും കുളിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ്, സൂപ്പറാണ്. ഒരുപാട് ആഴങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. മഴയാണെങ്കിൽ ഒരുപാട് ടോപ്പിലോട്ട് കയറി വരാതിരിക്കുക. എന്ന് വെച്ചാൽ വഴുക്കുന്നുണ്ട്, പാറയായതുകൊണ്ട് നല്ല വഴുക്കും കേട്ടോ. പിന്നെ സൈഡിൽ കൂടെ നമുക്ക് കയറി വരാൻ പറ്റും. സൈഡിൽ കൂടെ ഈ കാട് വഴി ഇങ്ങനെ കയറി വരാൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും വരാൻ പറ്റുന്നവർ ഇവിടെ ഒന്നൊന്ന് വിസിറ്റ് ചെയ്യുക. ഇവിടെ കയറി വരുന്ന വഴിയില്ലേ തുണിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്, എന്തോന്നറിയില്ല കേട്ടോ. ഇനി അതിര് തിരിച്ചിട്ടേക്കുവാണോന്ന് അറിയത്തില്ല. ഇതുകൊണ്ട് നമുക്കിനി താപ്പോട്ടിറങ്ങിപ്പോൾ ഒന്ന് കുളിക്കണം. എന്തായാലും ഇവിടം വരെ വന്നല്ലേ. ഇവിടെയൊക്കെ കൃഷികളാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറേ ചേട്ടന്മാർ കുളിക്കുന്നുണ്ട് കേട്ടോ.
അയ്യോ ഗൈസ് നല്ല കിടിലൻ തണുപ്പുള്ള സ്ഥലം കേട്ടോ. അടിപൊളി, നല്ല അടിപൊളി തണുപ്പ്. പിന്നെ അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റും. നല്ല സേഫായിട്ടുള്ള കുഴികളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സേഫായിട്ട് നമുക്ക് ഇന്ന് കുളിക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മിക്കവാറും നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആവാനാണ് സാധ്യത. ഈ കൊട്ടവഞ്ചിയിൽ അവിടെ വരുന്നവരെ ഒരുപാട് പേര് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറ്റി വിടുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഇപ്പം മഴയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെയൊക്കെ നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇതിന് മണ്ടേ കൂടെ ഒക്കെ വെള്ളം ചാടുമെന്നാണ് നമ്മൾ ഇവിടുന്ന് താഴെ നിന്ന് കേട്ട് മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കിടിലനൊരു സ്ഥലമാണ്, കിടിലനൊരു സ്പോട്ടാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.